ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്കാൻ വേവ്. ഇന്ന് നമുക്കൊരു ഹുക്കും മയ്യൊക്കെ എങ്ങനെ പിടിപ്പിക്കുന്നത് നോക്കാം. ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ മെത്തേഡിലൊക്കെ പല ചേഞ്ചസ് വരുത്തിയിട്ട് പലരും ഇങ്ങനെ ചെയ്യുന്നത് കാണാം. നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം. ഞാൻ ഒരു 2 ഇഞ്ചിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് രണ്ടാക്കി മടക്കിയിട്ട് ബ്ലൗസിൻ്റെ നല്ല വശത്താണ് വെച്ചിട്ടുള്ളത്. ബ്ലൗസോ ഏതാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ നല്ല വശത്തേക്ക് വയ്ക്കുക. എന്നിട്ട് ഇവിടെ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതായതുകൊണ്ട് ഒരല്പം ക്ലോത്ത് ഇതുപോലെ ബാക്കിലോട്ട് കൊടുത്ത ശേഷം ഇതുപോലെ നമ്മൾ എത്രയാണോ സീം അലവൻസ് വിട്ടിരിക്കുന്നത് ആ ഒരു ലെങ്ത് എടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ സീം അലവൻസ് സൈഡിലേക്ക് വരുന്ന പോലെ വെച്ചിട്ട് ഇപ്പം നമ്മൾ വെച്ചിട്ടുള്ള ആ പീസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. 2 ഇഞ്ച് വെച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് എക്സ്ട്രാസ് നമ്മളൊന്ന് ട്രിം ചെയ്ത് കളയുന്നുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇത് ഹുക്കിൻ്റെ സൈഡാണ്, അതുകൊണ്ട് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബ്ലൗസിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗാർമെൻറ്റിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ഹുക്കിൻ്റെ പീസ് വെച്ചിട്ട് നമ്മൾ പിടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലവർ ഇതെല്ലാം ചെയ്ത ശേഷമാണ് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക. ഞാൻ ആക്ച്വലി ബ്ലൗസിലും കൂടി നമ്മളുടെ ലൈനിങ് ഇട്ടിട്ട് തിരിച്ചടിക്കില്ലേ, ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അല്ലാതെ ക്രോസ് പീസ് വെച്ച് അടിക്കുന്നവർ ഈ ഹുക്കും മൈയൊക്കെ പിടിപ്പിച്ച ശേഷമാണ് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മൾ ഹുക്ക് വയ്ക്കുന്ന പീസ് നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഐ വയ്ക്കുന്ന പീസ് നമ്മൾ അതിൻ്റെ ലൈനിങ് പാർട്ട് ഉണ്ടല്ലോ, അതായത് ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഐ പീസിനായിട്ട് നമ്മളിവിടെ ഒരു 2.25 ഇഞ്ച്, ഏകദേശം 2.25 ഇഞ്ച് വരുന്നൊരു ക്ലോത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് പിന്നെ ബ്ലൗസിൻ്റെ അനുസരിച്ചുള്ള ഒരു അല്പം ലെങ്ത്ത് കൂട്ടിയെടുക്കുക. ഇവിടെയും നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതായതുകൊണ്ട് ബ്ലൗസിൻ്റെ റോങ് സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് എക്സ്ട്രാ പീസ് ഒന്ന് ഇതുപോലെ മടക്കി നെക്കിൻ്റെ അവിടെ ബാക്കിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ ഒന്ന് നിവർത്തി വയ്ക്കുക. എന്നിട്ടൊരു പതിച്ചടി കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ തന്നെ മെഷീൻ യൂസ് ചെയ്തിട്ട് തന്നെ ഒരു വി കട്ട് പോലെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ഐ ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു 1/4 ഇഞ്ചിൽ ആദ്യം ഒരു പീസ് മടക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷേ ഈ തുണിയൊക്കെ കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന തുണി ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ രണ്ടാമത് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ലൈനിലോട്ട് വരുന്ന രീതിയിൽ ആദ്യം ഒരു പ്രാവശ്യം മടക്കുക, എന്നിട്ട് രണ്ടാമത് ഇതുപോലെ മടക്കുക. ഇനി നമുക്ക് ഈ ഹുക്സ് എവിടെയൊക്കെ വേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ താഴെ നമുക്ക് മടക്കി അടിക്കാനുള്ള സീം അലവൻസ് വിടാൻ മറക്കരുത്. അത് മാത്രമല്ല ഹുക്സ് നമ്മൾ ഒരുപാട് ലെങ്ത്ത് ഇട്ടിട്ട് വെക്കരുത്. അങ്ങനെ വെക്കുമ്പോഴാണ് ചില ആൾക്കാർ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ഈ ഹുക്സ് ഇങ്ങനെ വലിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഒരു വലിഞ്ഞ് നിൽക്കുന്ന ഒരു ഇത് കാണാറില്ലേ, അത് ഭയങ്കര വൃത്തികേടാണ് ആക്ച്വലി. അപ്പോൾ അത് കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും ബാക്കിലൊക്കെ ഹുക്കാണെങ്കിൽ പിന്നെ പറയുകയോ വേണ്ട അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലത്തെ ടൈറ്റ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് ഇടുന്ന ടൈമിൽ തീർച്ചയായിട്ടും നമ്മൾ ഹുക്സിൻ്റെ അകലം ഒരു 1.25 അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചിന് ഉള്ളിൽ നമ്മൾ വെക്കാൻ ശ്രമിക്കണം. നമ്മൾ കുറച്ച് പണി കുറഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് 2-2.25 ഇഞ്ചിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നിൽക്കും. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ആദ്യമേ അവിടെ നമ്മുടെ ഓപ്പൺ ആയിട്ടാണല്ലോ ആ പീസ് ഇരിക്കുക. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതേപോലെ ആദ്യത്തെ പോയിന്റിൽ നമ്മളിതുപോലെ ഒന്ന് വി കട്ട് ഇടുക. നിങ്ങൾക്കത് ഞാൻ പറയുന്നതിനേക്കാട്ടിലും വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വി കട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, വി ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക. വീണ്ടും നമ്മൾ അവിടെ ഒരു പോയിന്റ് എത്തുമ്പോൾ തിരിച്ചിങ്ങനെ താഴേക്ക് വരും. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത ഹുക്കിൻ്റെ പോയിന്റ് എത്തുമ്പോൾ വീണ്ടും ഇതേപോലെ ഒന്ന് മേലേക്ക് കയറ്റുക, സൂചി കുത്തി നിർത്തുക, ഒന്നും കൂടി താഴേക്കൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്യുക. വീണ്ടും ആ പോയിന്റിൽ എത്തുമ്പോൾ സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ലൂപ്പ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് മെഷീൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഐ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ഹുക്ക് എങ്ങനെയാണ് തുന്നി പിടിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ഒന്നുകിൽ ഇതുപോലത്തെ ആരി നീഡിലുണ്ടെങ്കിൽ അതെടുക്കാം, അതാണ് കുറച്ചുകൂടി ഈസി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ മെഷീൻ സൂചി ഉണ്ടല്ലോ, ഒരു സൈഡിൽ തടിച്ചിട്ടുള്ള. അപ്പോൾ നമുക്ക് ഈ ഹോളൊന്ന് വലുതാക്കി എടുക്കണം, അതാണ് ലക്ഷ്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ഞാൻ ജസ്റ്റ് കുറച്ച് വളരെ 1/4 ഇഞ്ച് പോലും ഇല്ല, അതിൻ്റെയും കൂടി അടുത്ത് ഇതുപോലെ നമ്മളൊരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ എന്തായാലും ആരി നീഡിൽ എടുത്തിരിക്കുന്നത്, അതിപ്പോൾ വാങ്ങിയിട്ട് ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ഉപകാരം ഉണ്ടാവട്ടെ. ഇപ്പം ഞാൻ ആരി വർക്കൊന്നും അങ്ങനെ ചെയ്യാറേ ഇല്ല. അതിനുശേഷം അതിങ്ങനെ ഒന്ന് വലുതാക്കി എടുത്ത ശേഷം ഇതേപോലെ നമ്മുടെ ഹുക്ക് എടുക്കുക, എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. അതിപ്പോൾ ഞാൻ വേറൊരു ക്രോപ്പ് ടോപ്പിൻ്റെയിലാട്ടോ ചെയ്ത് കാണിക്കുന്നത്. വീഡിയോ 2-3 പ്രാവശ്യമായിട്ട് എടുത്തു വെച്ചതായതുകൊണ്ടാണ്. അതിനുശേഷം ഇതേപോലെ താഴത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് താഴത്തെ ഹോളിൽ നിന്ന് മുകളിലത്തെ ഹോൾ വഴി ഇതുപോലെ നമ്മുടെ ഹുക്കിനെ ഒന്ന്
മേലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി നമ്മളത് ചെയ്ത് കാണിക്കാം. ഇതത്ര ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു. വീണ്ടും നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ ഒരല്പം ഒരു 1/4 ഇഞ്ച് തന്നെ വേണ്ട അത്ര ഡിഫറൻസിൽ ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കിയെടുക്കുക. ഹോൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാക്കിലേക്ക് ഈ ഒരു ഹോളോ അല്ലെങ്കിൽ ത്രെഡോ ഒന്നും കാണരുത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് ഞാൻ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഹുക്കിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അകത്തിയെടുക്കുക. അതിന് ശേഷം ഇതേപോലെയാണ് വെക്കേണ്ടത്. അതായത് താഴെയുള്ള ആ ഓട്ടയിൽ കൂടെ നമ്മൾ ഈ ഒരു ഹുക്കിനെ ഒന്ന് കയറ്റുമ്പോൾ മുകളിലുള്ള ഓട്ടയിൽ കൂടെ അത് ഇതുപോലെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് അഴിഞ്ഞു പോരും എന്നുള്ളൊരു ടെൻഷൻ. പെട്ടെന്ന് നമ്മുടെ ഈ ഹുക്ക് വയ്ക്കുന്ന ഒരു പണിയും തീർന്ന് കിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മടിയുള്ളൊരു പരിപാടിയാണ് ഈ ഹുക്കും ഐയൊക്കെ പിടിപ്പിക്കുക എന്നുള്ളത്. ആക്ച്വലി റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ഇങ്ങനത്തെ ഹുക്സ് വെക്കാനുള്ളതും അതേപോലെ ഐ വെക്കാനുള്ള പീസുകളും നമുക്ക് ബട്ടൺ ഹൗസസിൽ അവൈലബിൾ ആണ്. അത് വേറൊരു മെത്തേഡാണ്. ആദ്യം ബിഗിനേഴ്സ് ഇങ്ങനെ ചെയ്യായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഉറപ്പിക്കണമല്ലോ, ആ താഴെയുള്ള 2 ഹോള്. അതിനായിട്ട് ഞാൻ 4 സ്ട്രാൻഡ്സ് ഉള്ള സാധാരണ നമ്മുടെ സൂയിങ് ത്രെഡും സൂചിയും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നോട്ട് താഴെ വരാൻ വേണ്ടിയിട്ട് ഇതേപോലെ താഴത്ത് കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ പുറത്തേക്ക് കാണരുത് കേട്ടോ, ബാക്കിലോട്ട് കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഇടുന്ന സമയത്ത് ബാക്കിലോട്ട് കാണും. പ്രത്യേകിച്ച് ഇത് ക്രോപ്പ് ടോപ്പിലാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. ബാക്കിലോട്ട് ഓപ്പൺ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ്. ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോയൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ആ ഹോളിൽ കൂടെ എടുത്തിട്ട് ആ ഒരു ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുകയാണ്. അപ്പോൾ അതവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കെട്ടായിട്ട് മാറും. അങ്ങനെ ഞാൻ ഒരു ഹോളിൽ 3 പ്രാവശ്യമാണ് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അടുത്ത ഹോളിൽ 3 പ്രാവശ്യം ചെയ്തിട്ട് ലോക്ക് ചെയ്ത് നിർത്തുക. അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് മുകളിലത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മളത് ഓൾറെഡി ആ ഹുക്ക് നമ്മൾ ഒരു തുണിയുടെ ഇടയിൽ കൂടെ കയറ്റി കൊണ്ടുവന്നതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം 3 പ്രാവശ്യം ഒരു ഇതിൽ ചെയ്തു. അടുത്ത ഹോളിലും ഇതേപോലെ 3 പ്രാവശ്യം ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്തെടുക്കണം എന്ന് മാത്രം. നമ്മളിതാ എല്ലാ ഹുക്സും വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്രോപ്പ് ടോപ്പിൽ ഞാൻ മെഷീൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അതിൽ ലൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും മെഷീൻ യൂസ് ചെയ്തിട്ട് മാത്രം പഠിച്ചാൽ പോരാ. കാരണം നമുക്ക് എക്സ്ട്രാ ഒരു ലൂപ്പൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കൈത്തുന്നൽ തന്നെ വേണം. അപ്പോൾ ഇതേപോലെ ഞാൻ 4 സ്ട്രാൻഡ്സ് ത്രെഡ് ഇട്ടിട്ട് ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു വലിപ്പത്തിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് നമുക്ക് 2 തരത്തിൽ ചെയ്യാം കേട്ടോ. ഇതേപോലെ ചെയ്തിട്ട് ഒന്ന് ഇതേപോലെ ഞാൻ ആ സൈഡിൽ നിന്ന് തന്നെ കുത്തിയെടുത്തിട്ട് ഇനി നമുക്ക് ഈ കൈ കൊണ്ട് ലെഫ്റ്റ് കൈ കൊണ്ട് നമ്മളിതുപോലെ പിടിക്കുക. അതിന് ശേഷം സൂചി ഇതേപോലെ കയറ്റുക. അപ്പോൾ ഇവിടെ ഒരു ലോക്ക് ഇങ്ങനെ വീഴും. ഇതിങ്ങനെ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്തിട്ട് ആ അറ്റം മുതൽ ഈ അറ്റം വരെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒന്നിന് മേലെ ഒന്ന് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അത് ആദ്യത്തെ തവണ ചെയ്യുമ്പോൾ അത്ര നീറ്റായിട്ടൊന്നും കിട്ടില്ല. പക്ഷെ ഹൂക്കൊക്കെ ഇടാൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ ചെയ്യാം. ഇതല്ലാണ്ട് ഒരു മെത്തേഡും കൂടി ഇതുപോലെ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൗസിൻ്റെ വേസ്റ്റ് പാർട്ടിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ നമ്മൾ കുറച്ചും കൂടി ടൈറ്റ് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഹുക്കും കൂടി നമുക്ക് ഹുക്കല്ല ഐ കൂടി നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കൈത്തുന്നലാണ് പറ്റുള്ളൂ. കാരണം ആ പീസിലല്ലാണ്ട് കുറച്ചും കൂടി മാറ്റിയിട്ടായിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്ത ശേഷം താഴേക്ക് കുത്തിയിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ലോക്ക് ഇട്ടിട്ട് നിർത്തുക. അപ്പോൾ അതാ നമ്മളുടെ ഐ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത മെത്തേഡ് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുകളിൽ നിന്നാണ് ആദ്യം കുത്തിയിട്ട് തുടങ്ങുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അവിടെ മുതൽ ഇതുപോലെ ഒന്ന് നമ്മൾ കുത്തിയിട്ട് ഈ നീഡിലിനെ ഒന്ന് ഇതേപോലെ നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ തള്ളിയിട്ട് അങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യുന്ന എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആവും. ഇതേപോലെ ഒന്നിങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. ഒരു 8-10 തവണ നമുക്കിങ്ങനെ ചുറ്റുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിലുള്ളത് കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്ക് ഏകദേശം നമുക്ക് അതിൻ്റെ ലെങ്ത്ത് മനസ്സിലായി കഴിഞ്ഞാൽ ഇതേപോലെ പതുക്കെ ആ ത്രെഡ് ഒന്നിങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഒന്ന് പതുക്കെ ആ സൂചിയെ വലിച്ചെടുത്തിട്ട് ഇതുപോലെ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ താഴേക്ക് ഇട്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.